and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിന്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പൊതുവേ ചെയ്തിട്ടുള്ളത് ഗ്ലാമിഗോ ബോക്സിന്റെയും യൂഫോബിയ ബോക്സിന്റെ അൺബോക്സിംഗ് ആണ്. ആൻഡ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലഷ് ആൻഡ് ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ ബോക്സിന്റെ അൺബോക്സിംഗ് ആണ്. ബ്ലഷ് എന്ന് പറഞ്ഞൊരു വാക്ക് കണ്ടിട്ടാണ് സത്യം പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് ചോദിച്ചത്. ഇത് ആക്ച്വലി ഒരു ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ് കേട്ടോ. അല്ലാണ്ട് നമ്മളുടെ യൂഫോബിയ ബോക്സ് മാതിരി ഇങ്ങനെ ലിങ്ക്സ് ഒന്നുമല്ല. അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് വേണം നമ്മൾ അതിന് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി. സോ ഞാൻ അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഞാൻ താഴത്തിടാം. അപ്പോൾ ഈ ബോക്സിനെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടി ഞാൻ എൻ്റെ ബേസിക് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ബേസ് മേക്കപ്പ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എനിക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടി മടി പിടിച്ചു. സോ ജസ്റ്റ് ഞാൻ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മറുകം ഒന്ന് കൺസീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇത് എൻവൈബേൻ്റെ ഇതാണ് മെറ്റാലിക് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് 7 Bewitches എന്ന് പറഞ്ഞിട്ടൊരു ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് ഈ ഇടയായിട്ട് ഭയങ്കര ബ്രൗൺ ഷെയ്ഡ്സിനോട് ഒരു വല്ലാത്തൊരു അട്രാക്ഷനാണ്. ഞാൻ വാങ്ങണൊക്കെ ബ്രൗൺ ആയി പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു സിൽവർ ഹൂപ്സ് വാച്ച് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയം കണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ ഈ ബ്ലഷ് ആൻഡ് ബ്ലൂം എന്നിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അകത്ത് സിൽവർ ബോക്സും ഉണ്ട്, ഗോൾഡ് ബോക്സും ഉണ്ട്. എനിക്കിത് PR ബോക്സിൽ അയച്ചു തന്ന സാധനം കേട്ടോ. ഇത് ഇത് സിൽവർ ബോക്സ് ആണ്. അപ്പോൾ ജാനുവരിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടോ എന്ന് വെച്ചിട്ട് എനിക്ക് മെയിൽ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, എന്താ സംഭവം എന്നൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ബ്രീഫ് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് 275ന്റെ ബോക്സും ഉണ്ട്, 375ന്റെ ബോക്സും ഉണ്ട്. സിൽവർ ബോക്സ് ആണ് ഡെഫിനറ്റ്ലി 275ന്റെ ബോക്സ്. ഗോൾഡ് ബോക്സ് വരുമ്പോഴത്തേക്കും 375 ബോക്സ് ആവും. 6 പ്രോഡക്റ്റ് ആണ് ഈ ബോക്സിൻ്റെ അകത്തുള്ളത്. നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ പോയിട്ട് വേണം ഇതിൻ്റെ അത് ഓർഡർ പ്ലേസ് ചെയ്യാൻ. പിന്നെ നമ്മൾ 3 മാസത്തേക്ക് ഇത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബോക്സിന് 260 രൂപയും ഗോൾഡ് ബോക്സിന് 360 രൂപയും ആയി കുറയും. അതായത് 15 രൂപ വ്യത്യാസം വരും. ഷിപ്പിംഗ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ഫ്രീ ആണോ? ഷിപ്പിംഗ് ഫ്രീ ആണ്. അപ്പോൾ 260 റുപ്പീസിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ് ഞാനപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അവർ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്താണ് അവർ അയച്ചേക്കുന്നത്. അവർ അതിൻ്റെ അത് പറയണമെന്ന് വെച്ചാൽ ഭയങ്കര ഫാൻസി പാക്കേജിംഗ് ഒന്നും ആവാത്തത്, അത് നമ്മൾ അനാവശ്യ വേസ്റ്റേജ് കുറയ്ക്കാനും പിന്നെ ബോക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പ്രോഡക്ട്സിൽ കോൺസെൻട്രേഷൻ വരുത്താൻ വേണ്ടിയാണ് അവർ സിമ്പിളായിട്ട് കുറച്ചത്. ജസ്റ്റ് ഇവിടെ എവിടെയോ ഇങ്ങനെ ബ്ലഷ് ആൻഡ് ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, തുറന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. നല്ല വലിയ മോശമില്ലാണ്ടത് ഒട്ടിച്ചൊക്കെ വന്നത് അത് കണ്ടോ. ഇങ്ങനെ ബ്ലഷ് ആൻഡ് ബ്ലൂം എന്നുണ്ട്. സോറി, അത് എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആണ് ഇത് വന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതിനകത്ത് ജ്വല്ലറി പീസസ് ഉണ്ട്, പിന്നെ ഒരു എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് എല്ലാം നല്ല ബബിൾ റാപ്പ് ചെയ്ത് സെക്യൂർ ആയിട്ടാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള സാധനങ്ങൾ വന്നേക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഫസ്റ്റ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാനൊരു ജ്വല്ലറി ചങ്കി ആയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ജ്വല്ലറി പീസാണ് എടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു സിൽവർ ഹൂപ്പ് ഒരു ജ്വല്ലറി ഉണ്ട്. ഇതാണ് ഇവരുടെ ആദ്യത്തെ ജ്വല്ലറി പീസ്. കണ്ട, ഇതാണ് ജ്വല്ലറി പീസ്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെയാണ്. പക്ഷേ ഇത് എൻ്റെ ഒരു സ്റ്റൈലല്ല ജ്വല്ലറി. ഈ ജ്വല്ലറി എനിക്ക് ഈ ഹൂപ്പിൻ്റെ മെറ്റീരിയൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടും വെയിറ്റ് ഇല്ല. ഭയങ്കര സുഖമാണ്. ഇതിനെ ആടുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒട്ടും വെയിറ്റ് ഒരു സാധനം ചെവിയിലിട്ടായിട്ട് മാതിരി തോന്നണില്ല. ഒരു ജ്വല്ലറി പീസും കൂടി ഉണ്ട്. അതും എൻ്റെ ഒരു സ്റ്റൈലല്ല, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 2 കുഞ്ഞ് ജിമുക്കിയാണ് അവർ അയച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി ജിമുക്കി കേട്ടോ. അതായത് ഞാൻ വലിയ ജിംകാസും വലിയ ഇയറിങ്സ് ഒക്കെ ഇടുന്ന ആളാണല്ലോ. അപ്പം എനിക്കത് പേഴ്സണലി ഇഷ്ടമായില്ല. ഇത്രയും ചെറുതൊന്നും ഞാൻ ഇടില്ല. എനിക്ക് കുറച്ച് വലുതൊക്കെയാണ് ഇഷ്ടം. അപ്പം ഇത് ഇങ്ങനത്തെ സംഭവമാണ് കേട്ടോ. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ജിംകാസ് ആണ്. ഇത് മൈലിൻ്റെ ഉള്ള സ്റ്റഡ് ഉണ്ടോ, ഭയങ്കര സ്മോളാണ്. ജസ്റ്റ് നമ്മുടെ സ്റ്റഡ് മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പം അതാണ് 2 ജ്വല്ലറി പീസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഷീറ്റ് മാസ്ക് ഉണ്ട്. ഈ സാധനങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് ഇത് ഷീറ്റ് മാസ്ക് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇപ്പം എന്തെങ്കിലും ഒരു സീറത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ DIY സീറംസോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് അതിൻ്റെ അകത്ത് ഇട്ടാൽ അതിങ്ങനെ ഭൂന്നുണ്ട് ഇങ്ങനെ തുറന്നു വന്നിട്ട് ഇത് ഷീറ്റ് മാസ്ക് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡില്ലേ, മാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അതൊരു ഇന്ത്യൻ ഓൺലൈൻ ബ്രാൻഡാണെന്നാണ് എൻ്റെ വിശ്വാസം. മാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണത്. ലിക്വിഡ് മാറ്റ് ലിപ് ഗ്ലോസ് എന്നാണ് ഇതിൻ്റെ അത് എഴുതിയേക്കുന്നത്. റെഡും പിങ്കും കൂടി നല്ല ഡാർക്കായിട്ട് മിക്സ് ആയ കളറായി. പക്ഷേ സ്ക്രീനിൽ ഇത് റെഡ് ആയിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഇത് റെഡ് അല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. അപ്പോൾ അതാണ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉള്ളത്. പിന്നെ ഉള്ളത്
ഹുഡ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഹുഡ ബ്യൂട്ടീൻ്റെ എന്താ ബ്യൂട്ടി ബ്ലെൻഡർ ആണ്, മാർബിൾ ബ്യൂട്ടി ബ്ലെൻഡർ. നോക്കൂ, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സാധനം ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ബിക്കോസ് ഇത് കണ്ട ബ്യൂട്ടി ബ്ലെൻഡർ, ഐ എം സോ ഹാപ്പി. മാർബിൾ ബ്യൂട്ടി ബ്ലെൻഡർ എൻ്റെ കയ്യിലില്ല, അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം പെർഫോമൻസും നല്ലതാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഇത് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. പിന്നെ ഒരു പ്രോഡക്റ്റും കൂടി ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതായത് ഒരു ഐ ലാഷസും പിന്നെ അതിൻ്റെ ഗ്ലൂവും. ബട്ട് ഇതെന്തോ ഡെലിവറി ഇഷ്യൂ ആയിട്ട് എനിക്കത് ഇതിൻ്റെ കൂടെ അയച്ചിട്ടില്ല അവർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പിന്നാലെ അത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അതും കൂടി മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്, ഒരു ഷീറ്റ് മാസ്ക്, 2 ഇയറിങ്സ്, പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ, പിന്നെ ഈ ഫേക്ക് ലാഷസും ആണ് ഈ ഒരു ബ്ലഷ് ആൻഡ് ബ്ലൂം സബ്സ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു മീ ബ്ലഷ് ആൻഡ് ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ഇൻസ്റ്റഗ്രാമിൽ വർക്ക് അല്ല എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് എത്ര പോയിന്റ്സ് കൊടുക്കും എന്ന് ചോദിച്ചാൽ ഒരു 3.5 എനിക്ക് റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തോ എനിക്ക് ഈ ജ്വല്ലറീൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് അപ്ഡേറ്റഡ് ആണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഈ ഒരു സ്റ്റൈല്. പിന്നെ എനിക്ക് രണ്ടാമത് തന്ന ഇയറിങ്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അക്കോർഡിംഗ് ടു മീ ആണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇപ്പോൾ ചില കുഞ്ഞ് ഇയറിങ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരിലുള്ളെങ്കിൽ ഇത് ഇഷ്ടമാവും, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ഒന്നും ആയില്ല ഈ ഒരു 2 ഇയറിങ്സ്. എങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സബ്സ്ക്രിപ്ഷൻ ബോക്സ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ then please don't forget to give this video a big thumbs up and subscribe ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. And see you on my next video. Bye bye.